നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. എൻട്രി ആനുകാലിക ചലഞ്ചിൻ്റെ 19ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുക. കുറേ നല്ല നാളുകൾ നിങ്ങളോടൊപ്പം ചെലവഴിച്ചായിരുന്നു. കുറേ ചോദ്യങ്ങളുമായിട്ടും നിങ്ങളോടൊപ്പം എന്നാൽ പറ്റുന്ന ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെ തന്നൊക്കെ എല്ലാം പറ്റുന്നവരെ അക്സെപ്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഒന്നും ഇത് പറ്റത്തില്ല എന്നറിയാം. പിന്നെ എല്ലാവരും ഇത് അവൻ പറയുന്നത് കേൾക്കണമെന്നുമില്ല. അതൊന്നും ഞാൻ അവിടെ ഒരു ചോദ്യമൊന്നുമല്ല. എന്നാലും നിങ്ങളോടൊപ്പം കുറച്ച് ദിവസം സംസാരിച്ചല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനലോ അങ്ങനെ ഒരു ചാനലിലോ ഒന്നും എൻ്റെ ഇല്ല. ജസ്റ്റ് എൻട്രിക്കാർ ക്ലാസ് എടുക്കാനൊന്ന് ചോദിച്ചു, അവർക്ക് ഞാൻ കുറച്ച് ക്ലാസ് കൊടുത്തു. അല്ലാതെ എൻ്റെ വീട്ടിലുള്ള പഠനം മാത്രമേ ഉള്ളൂ. വരുന്ന കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള ഒരു പഠനം മാത്രമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഞാൻ എടുത്തു പറയുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും പറയുന്നതനുസരിച്ച് മനസ്സിൽ സന്തോഷിച്ച് നിങ്ങൾക്കാൽ ചെയ്യാൻ കഴിയുന്ന ചെയ്ത് തീർത്ത് വരിക. അപ്പോഴും പെർഫെക്റ്റായി നിങ്ങൾ മുമ്പിലേക്ക് പോകും. ഒന്നുമില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ ഈ പരീക്ഷകൾക്ക് നേടാൻ വലിയ വലിയ അറിവുകളോ അല്ലെങ്കിൽ വലിയ മിടുക്കന്മാരെയാണോ എന്നൊന്നും വെക്കുന്നില്ല. നിങ്ങൾ ആ ഒരു ഓർഡറിൽ പോവുക, പരീക്ഷാ ഹാളിലേക്ക് എത്തുക. വെറും സിമ്പിളാണ് എന്ന് മനസ്സിൽ ഈ ടെൻഷൻ കൂടുന്തോറും നിങ്ങൾക്ക് ഓരോ ചിന്താഗതിയാണ്. അതും വരരുത്. ഈ വരുന്ന പരീക്ഷ ഞാൻ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ഓർഡറിൽ തീർക്കുന്നുണ്ട്, പിന്നെന്താ എനിക്ക് പേടിക്കാൻ എന്നുള്ള ചിന്താഗതി മതി. അപ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ രീതിക്ക് തന്നെ എത്തിച്ചേരും. നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ പ്രാർത്ഥന ഫലവത്താവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ കുറേ നല്ല അറിവുകളുമായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് എൻട്രി ആനുകാലിക ചലഞ്ചിൻ്റെ 19ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓരോ ദിവസവും ശ്രദ്ധിച്ച് കിടക്കുക. ഒരു ദിവസം കൂടെ ഉള്ളു നിങ്ങളെയൊക്കെ കാണുന്നതിലൊക്കെ. നമുക്ക് ഏതെങ്കിലും വേറൊരു രീതിയിലായാലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. എനിക്ക് ഇങ്ങനെ പ്രത്യേക യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ എൻട്രിയിലൂടെ വന്ന് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി പേരെ പരിചയപ്പെടുകയും ഒത്തിരി ഫേസ്ബുക്ക് ഫ്രണ്ട്സുകളും ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സുകളും ഇതുവഴിയൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്പരൊക്കെ കണ്ടെത്തി എത്രമാത്രം ആൾക്കാരെ വിളിക്കുന്നു. പല ദിവസവും ഫോണോ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അറിയാത്ത നമ്പർ ഒന്നുകിൽ ഇങ്ങനെ നമ്പർ കണ്ടെത്തി ഒന്നുകിൽ ഒരു ഉപദേശം സ്വീകരിക്കാനോ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിലെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ തുടക്കക്കാരനാവണം, ഇങ്ങനെയൊക്കെ ഒത്തിരി ഞാൻ എന്നാൽ പറ്റുന്നതൊക്കെ. പക്ഷേ ഇപ്പം വന്ന് എനിക്ക് ഒട്ടും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത്രയും വലിയ ആളാണോ ഞാൻ, ഇതിൻ്റെ അത്രയും ഒന്നും അല്ല എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ എടുത്ത് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ പഠിക്കുക. ഞങ്ങളെപ്പോലുള്ള ഒത്തിരി നല്ല സ്നേഹനിധികളായ അധ്യാപകർ നിങ്ങൾക്കുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പിന്നെ ഒരു അധ്യാപകൻ്റെ പേരും പറഞ്ഞ് നിങ്ങളൊന്നും നേടരുത്. നിങ്ങളായിട്ടുള്ള കഴിവുകളാണ്. ഞങ്ങൾ ബാക്കിൽ നിന്നൊരു സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരാം എന്നൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കുറേ കറണ്ട് അഫേഴ്സുകൾ കൊണ്ടുതന്നു, ഇങ്ങനൊരു അവസരം തന്നു, യൂട്യൂബിൽ നോക്കി നിങ്ങളൊക്കെ പഠിച്ചു. അതൊക്കെ തന്നെ വളരെയധികം സന്തോഷമല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഈ സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കണം ഓരോരുത്തരോടും. ഒത്തിരി പേര് ആ മെസ്സേജ് ഇടുമ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ ഈ മെസ്സേജ് നോക്കി ഞാൻ സന്തോഷിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ വാചകങ്ങളൊക്കെ ഓരോ കുട്ടികൾ നമ്മളെക്കുറിച്ചൊക്കെ എഴുതുമ്പം ഒന്നുമല്ലാതിരുന്ന ഞാൻ എന്തൊക്കെയോ ആയി എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇവരെങ്കിലും എനിക്കൊരു സപ്പോർട്ടായിട്ടുണ്ടല്ലോ, ഇത്രയും ആൾക്കാർ എനിക്കൊരു സപ്പോർട്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുകയോ ഏതെങ്കിലും ഒരിടത്ത് ചെല്ലുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുള്ള സപ്പോർട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്തകളുണ്ട്. ഓക്കെ, നിങ്ങളോട് എടുത്ത് ഞാൻ പറയുന്നത് നല്ല മനസ്സോടുകൂടി പഠിക്കണേ. വേറെ ഒരു ചിന്താഗതി വേണ്ട. പരീക്ഷ എപ്പോൾ വരുന്നോ അപ്പം മതി എന്നുള്ള ചിന്താഗതി തന്നെ പഠിക്കുക. പക്ഷേ അതുവരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും എന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നാൽ മതി. മനസ്സ് മടിക്കാതെ ഓരോ ദിവസവും ആത്മാർത്ഥമായിട്ട് ടോപ്പിക് അനുസരിച്ച് തീർക്കുക. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് ആൾക്കാർ. ഒത്തിരി പേര് നല്ല രീതിയിൽ പരീക്ഷ വന്നില്ലല്ലോ, ഡേറ്റ് വന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ അവർക്കുള്ളൂ. ഓക്കെ, അതിങ്ങ് എത്തിക്കോളും. നിങ്ങളതിൽ ഒന്നും വിഷമിക്കേണ്ട. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട്. അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇനി അന്ന് നമ്മൾ വിട്ടുപോയ പ്രധാനപ്പെട്ട മറ്റു കൊച്ചു ക്വസ്റ്റ്യനുകൾ. ഓസ്കാർ അവാർഡ് 92ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം പാരസൈറ്റാണ്. ഈ പാരസൈറ്റ് തന്നെയാണ് മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ടും തിരഞ്ഞെടുത്തത്. കൊറിയൻ ചിത്രമാണ്. സംവിധാനം ബോൺ ജോൺ ഹോ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്ന പ്രൊനൗൺസ് ചിലപ്പോൾ ശരിയാവണമെന്നില്ലേ, അതുകൊണ്ട് ആദ്യമേ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മികച്ച സംവിധായകനും ബോൺ ജോൺ ഹോ എന്ന് പറയുന്ന ആളാണ്. മികച്ച നടൻ ജോക്കിൻ ഫുനിക്സ്, ജോക്കർ എന്ന് പറയുന്നത്. മികച്ച നടി റിനി ജോസൽ വെജർ, ജൂഡി എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ടാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. എന്നാലും നിങ്ങളൊരു ഐഡിയയിൽ അത് പഠിച്ചു വച്ചിരിക്കണം. മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് പാരസൈറ്റിനെയാണ്. അപ്പോൾ 92ാമത് ഓസ്കാർ അവാർഡ്, അക്കാദമി അവാർഡ് എന്നാണ് ഓസ്കാർ അവാർഡിൻ്റെ മറ്റൊരു പേര്. നമ്മൾ അങ്ങനെയും പറയാറുണ്ട് അല്ലേ. ഓസ്കാർ അവാർഡ്
ഓസ്കാർ അവാർഡ് എന്നാണ് അത് പ്രധാനമായിട്ടും പറയുന്നത്. 92ാമത് ഓസ്കാർ അവാർഡ്. ദ വിങ്സ് എന്ന ചിത്രത്തിനാണ് ആദ്യമായിട്ട് ഓസ്കാർ അവാർഡ് ലഭിക്കുകയൊക്കെ ചെയ്തതെന്നൊക്കെ നമുക്കറിയാം അല്ലേ, ദ വിങ്സ് എന്ന ചിത്രത്തിന്. അപ്പോൾ അക്കാദമി അവാർഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ഓസ്കാർ അവാർഡാണ്. ഈ ഓസ്കാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത് 1929 മുതലാണ് കേട്ടോ, മറന്നു വരുത്. 1920. നമുക്ക് സയൻസിൽ ഒരു ചോദ്യമുണ്ട്, ഈ ഓസ്കാർ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ലോഹക്കൂട്ട് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു സ്വർണം പൂശിയ ബ്രിട്ടാനിയം എന്ന് പറയുന്ന ലോഹക്കൂട്ട്, അത് പഠിച്ചു വെച്ചിരിക്കണേ. ഓസ്കാർ അവാർഡ് നിർമ്മിക്കുന്ന ലോഹക്കൂട്ട് ഏതാണ്? ബ്രിട്ടാനിയ എന്ന് പറയുന്നത്. ഓസ്കാർ ശില്പം രൂപകൽപ്പന ചെയ്തത് സെഡ്രിക് ഗിബ്ബൺസ് എന്ന് പറയുന്ന ആളാണ്. ആ ഓസ്കാർ ശില്പം നിർമ്മിച്ച ശില്പിയുടെ പേര്, അപ്പോൾ ശില്പം രൂപകൽപ്പന ചെയ്തത് സെഡ്രിക് ഗിബ്ബൺസും ശില്പം നിർമ്മിച്ച വ്യക്തിയുടെ പേര് ജോർജ് സ്റ്റാൻലി എന്ന് പറയുന്ന ആളുമാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ആദ്യത്തെ ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം ഏതായിരുന്നു? ദ വിങ്സ് എന്ന് പറയുന്നതായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് കാതറിൻ ബിഗാലോ, അതിനു മുമ്പ് നമ്മൾക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ച ആദ്യത്തെ വനിതാ സംവിധായിക ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കാതറിൻ ബിഗാലോ എന്ന് പറയുന്ന ആളാണ്. വനിതാ സംവിധായികയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ നേടിയത് വാൾട്ട് ഡിസ്നി, അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ചതായാലും ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ നേടിയ വ്യക്തിയാരെന്ന് ചോദിച്ചാലും വാൾട്ട് ഡിസ്നിയാണ് നമ്മൾ പറയേണ്ടത്. ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നോമിനേറ്റ് ലഭിച്ച ചിത്രം ചോദിച്ചാൽ ടൈറ്റാനിക്കാണ്. ഏറ്റവും കൂടുതൽ ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രം ഏതാണ്? ടൈറ്റാനിക്. പക്ഷേ ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ ചിത്രങ്ങൾ എന്ന് ചോദിച്ചാൽ അതിലൊന്ന് ടൈറ്റാനിക്, 2 ബെൻഹർ, 3 ലോർഡ് ഓഫ് ദി റിങ്സും ദ റിട്ടേൺ ഓഫ് ദി കിങ് എന്ന് പറയുന്ന ചിത്രത്തിനും, ഈ 3 ചിത്രത്തിനുമാണ്. ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ഭാനു അത്തയ്യയാണ്. ഭാനു അത്തയ്യ 1983 ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരി ആരായിരുന്നു? ഭാനു അത്തയ്യ. ഏത് സിനിമയ്ക്കാണ്? ഗാന്ധി സിനിമയുടെ വസ്ത്രാലങ്കാരത്തിനാണ് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. ഭാനു അത്തയ്യയ്ക്ക് 83, വർഷം മറന്നു വരുന്നത്. ഓണററി ഓസ്കാർ ലഭിച്ച ഇന്ത്യക്കാരനാണ് നമ്മുടെ സത്യജിത് റേ. 1992 സത്യജിത് റേക്ക് ഓണററി ഓസ്കാർ പുരസ്കാരം. നമുക്കൊരു മലയാളി ഉണ്ടല്ലോ, റസൂൽ പൂക്കുട്ടി അല്ലേ, ആദ്യമായിട്ട് ഓസ്കാർ ലഭിച്ച മലയാളി ആയിരുന്നു വെച്ചാൽ റസൂൽ പൂക്കുട്ടി. ശബ്ദമിശ്രണത്തിനായിരുന്നു അത് ലഭിച്ചത്. അതുപോലെ AR റഹ്മാന് 2 തവണ ലഭിച്ചിട്ടുണ്ട്. 2 ഓസ്കാറുകൾ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനായിരുന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ഏതായിരുന്നു? AR റഹ്മാനായിരുന്നു. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഭാനു അത്തയ്യയ്ക്ക് കിട്ടിയിട്ടുണ്ട്, സത്യജിത് റേക്ക് കിട്ടിയിട്ടുണ്ട്, AR റഹ്മാന് കിട്ടിയിട്ടുണ്ട്, റസൂൽ പൂക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, ഗുൽസാറിനും കിട്ടിയിട്ടില്ലേ. ഗുൽസാർ എന്ന് പറയുന്നതിന് അദ്ദേഹത്തിനും നമ്മുടെ സംഗീതത്തിന് കിട്ടിയായിരുന്നു. 5 പേർക്കാണ് ഇതുവരെ ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ മലയാള സിനിമ ചോദിക്കുകയാണെങ്കിൽ ഓസ്കാറിൽ പരിഗണിക്കപ്പെട്ട ആദ്യത്തെ മലയാള ചിത്രം ചോദിച്ചാൽ ഗുരു, നമ്മുടെ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരുവിനായിരുന്നു ഓസ്കാറിന് പരിഗണിക്കപ്പെട്ട ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏതെന്നൊക്കെ ചോദിച്ചാൽ അല്ലേ. അതുപോലെ പിന്നീട് ഈ അടുത്ത കാലത്ത് പോയത് ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന മലയാള ചലച്ചിത്രം, സലീം കുമാറിൻ്റെ ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രവും ഓസ്കാറിൻ്റെ പുരസ്കാരത്തിന് പോയായിരുന്നു. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഒന്ന് റിവിഷൻ നടത്തുക. ഒത്തിരി അതിനെക്കുറിച്ച് പറഞ്ഞു പോയാൽ പോവും. ഇതൊന്ന് ഓർത്ത് വെക്കുക. 92ാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ട ഏതായിരുന്നു? പാരസൈറ്റ് ആയിരുന്നു അല്ലേ. പാരസൈറ്റ്. അടുത്ത നോക്കുക, 2020 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് ലഭിച്ചത് മെരി ലൂക്കാസ് റിജിൻ വേൾഡ് അല്ലേ. കൃതി ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് എന്ന് പറയുന്ന കൃതിയാണ്. ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് എന്ന് പറയുന്ന കൃതിക്കായിരുന്നു. കൃതി പഠിച്ചു വച്ചിരിക്കണം. പൊതുവേ ഈ മാൻ ബുക്കർ ഇൻ്റർനാഷണൽ അവാർഡ് 2005 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. 2005 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. 2 വർഷം കൂടുമ്പോഴാണ് മാൻ ബുക്കർ ഇൻ്റർനാഷണൽ അവാർഡ് നൽകിയിരുന്നത്. 2016 മുതലാണ് വർഷത്തിലൊരിക്കൽ പുരസ്കാരം നൽകി തുടങ്ങിയത്. 2016 മുതൽ ഇത് വർഷത്തിലൊരിക്കൽ കൊടുത്തു തുടങ്ങിയത്. അത് നോക്കണം, മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ്. ഇനി നമുക്കൊരു ബുക്കർ പ്രൈസ് ഉണ്ട്. ബുക്കർ പ്രൈസ് എന്ന് എടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബുക്കർ പ്രൈസ് എന്ന് വെച്ചാൽ 2019 മാർഗരറ്റ് അറ്റ്വുഡിനും ബെർണാഡിൻ ഇവാരിസ്റ്റോ എന്ന് പറയുന്ന 2 വ്യക്തികൾക്കായിരുന്നു. ദ ടെസ്റ്റ് മെൻസ് ഗേൾ വുമൺ അതർ എന്ന് പറയുന്ന കൃതിക്കുമാണ് എന്ത് ലഭിച്ചത്? ബുക്കർ സമ്മാനം ലഭിച്ചത്. അത് പരീക്ഷയ്ക്ക് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ബുക്കർ സമ്മാനം 1969 മുതലാണ് ബുക്കർ സമ്മാനം നൽകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ കോമൺവെൽത്ത് രാജ്യങ്ങളിലെയും അയർലൻഡിലെയും എഴുത്തുകാർക്കായി നൽകുന്ന സമ്മാനമേത് എന്ന് ചോദിച്ചാൽ ബുക്കർ സമ്മാനം. പൂർണ്ണമായും ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട കൃതികൾക്കാണ് ഈ ബുക്കർ സമ്മാനം കൊടുക്കുന്നത്. 1969 മുതലാണ് ബുക്കർ സമ്മാനം ലഭിച്ചത്. 1969 മുതൽ ആദ്യം കിട്ടിയത് സംതിങ് ടു ആൻസർ ഫോർ എന്ന് പറയുന്ന കൃതിക്ക്, PH നൂബി എന്ന് പറയുന്ന
ആദ്യമായിട്ട് ബുക്കർ സമ്മാനം ലഭിക്കുന്നത് PH നൂബി എന്ന് പറയുന്ന കൃതിയുടെ പേര് എഴുതി വെച്ചേക്കണം. സംതിങ് ടു ആൻസർ ഫോർ എന്നാണ് ബുക്കർ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. 1969 മുതലാണ് ബുക്കർ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, ഇനി ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരി ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരി അരുന്ധതി റോയ്. പക്ഷേ അതിനു മുമ്പേ 2 ഇന്ത്യൻ വംശജർക്ക് കിട്ടുന്നുണ്ട്. 1971 VS നായ്പോൾ എന്ന് പറയുന്ന ആൾക്കാണ് ആദ്യമായിട്ട് ബുക്കർ സമ്മാനം ഇന്ത്യൻ വംശജൻ കിട്ടുന്നത്. VS നായ്പോൾ, കൃതി ഇൻ എ ഫ്രീ സ്റ്റേറ്റ്. പിന്നെ 10 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു ഇന്ത്യൻ വംശജന് കിട്ടി. സൽമാൻ റുഷ്ദി, മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ VS നായ്പോളിന് 1971 കിട്ടി. 1981 കിട്ടിയത് ബുക്കർ സമ്മാനം നേടിയത് മിഡ് നൈറ്റ് ചിൽഡ്രൻ ആരുടെ കൃതിയാണ്? സൽമാൻ റുഷ്ദി. ഇതല്ലാതെ നിങ്ങൾക്ക് ചോദിക്കാം മിഡ് നൈറ്റ് ചിൽഡ്രൻ ആരുടെ കൃതി എന്ന് ചോദിച്ചിട്ടുണ്ട്. സാത്താനി വേഴ്സസ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കൃതിയാണ്. അപ്പം മിഡ് നൈറ്റ് ചിൽഡ്രൻ ആരുടെ കൃതിയാണ്? സൽമാൻ റുഷ്ദിയാണ്. അപ്പം ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജനാര VS നായ്പോൾ. വർഷം 71. 81 ലഭിച്ചതാർക്ക്? സൽമാൻ റുഷ്ദിക്കാണ്. പിന്നെ ഇന്ത്യക്കാരി പഠിക്കണം. ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരി അരുന്ധതി റോയ്. 1997 ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് നമ്മൾ പഠിക്കും. കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിൻ്റെ തീരത്തെ ഐമനം കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഏതായിരുന്നു? നമ്മുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സിൽ. ഗോഡ് ഓഫ് സ്മാൾ തിങ്സിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ നേതാവ് ആരെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതായിരുന്നു? നമ്മൾ പറയേണ്ടത് EMS കുറിച്ചാണ്. പിന്നെ ബുക്കർ സമ്മാനം അരുന്ധതി റോയ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിരൺ ദേശായിക്ക് കിട്ടിയിട്ടുണ്ട്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്, നഷ്ടങ്ങളുടെ പൈതൃകം എന്ന് പറയുന്ന ഒരു കൃതിക്ക് ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. പിന്നെ അരവിന്ദ അടികയ്ക്ക് കിട്ടി. 2008 അരവിന്ദ അടികയ്ക്ക് കിട്ടി കൃതി വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന കൃതിക്കാണ്. വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന കൃതിക്കും എന്ത് കിട്ടി? ബുക്കർ സമ്മാനം ലഭിച്ചു. അപ്പോൾ 3 പേർക്ക് പ്രധാനമായിട്ടും ഇന്ത്യക്കാരെ എന്ന് ഓർത്ത് വെക്കണം. അരുന്ധതി റോയ്, കിരൺ ദേശായി, നമ്മുടെ അരവിന്ദ അടിക, 3 പേർക്കാണ് ബുക്കർ സമ്മാനം ലഭിച്ചത്. അപ്പം ബുക്കർ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷം ഓർമ്മയുണ്ട്. 1969 ബുക്കർ സമ്മാനം. അപ്പം 91 അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 91 ബുക്കർ സമ്മാനം നേടിയ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന കൃതി എഴുതിയത് ഈ ബുക്കറിലെ 25 വർഷത്തെ ചരിത്രത്തിലെ മികച്ച കൃതിക്കുള്ള ബുക്ക് ഓഫ് ബുക്ക് അവാർഡ് ലഭിച്ച കൃതി ഏതെന്ന് ചോദിച്ചാലും മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ്. അപ്പം 1993 ബുക്കറിൻ്റെ 25 വർഷത്തെ ചരിത്രത്തിൽ മികച്ച കൃതിക്കുള്ള ബുക്ക് ഓഫ് ബുക്കർ പ്രൈസ് ലഭിച്ച കൃതിയും മിഡ് നൈറ്റ് ചിൽഡ്രനാണ് നമ്മൾ പറയേണ്ടത്. ബെസ്റ്റ് ഓഫ് ബുക്കർ അവാർഡും കിട്ടി 2007 ബുക്കറിൻ്റെ 40 വർഷത്തെ ചരിത്രത്തിലെ മികച്ച കൃതിക്കുള്ള. അപ്പോൾ 2000 അപ്പോൾ ഒന്നും കൂടെ 1993 ബുക്കറിൻ്റെ 25ാം വാർഷികം നടന്നു. അവിടെയും ബുക്ക് ഓഫ് ബുക്കർ പ്രൈസ് ലഭിച്ചത് സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ്. പിന്നെ 2008 വീണ്ടും ബുക്കറിൻ്റെ 40 വർഷത്തെ ചരിത്രത്തിലെ മികച്ച കൃതിക്കുള്ള അവാർഡ് ബെസ്റ്റ് ഓഫ് ബുക്കർ അവാർഡ് കിട്ടി. അത് കിട്ടിയതും നമ്മുടെ ഈ മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ്. അപ്പം സൽമാൻ റുഷ്ദിയാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എഴുതിയത്. അത് പരീക്ഷയ്ക്ക് കയറി ചോദിക്കാം. അപ്പം ബുക്കർ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷവും ഈ പ്രാവശ്യം ലഭിച്ച 2 പേരാണ് മാർഗരറ്റ് അറ്റ്വുഡും ബെർണാഡിൻ ഇവാരിസ്റ്റോയുമാണ്. ഇനി 2020 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികളെ ഒന്ന് ഓർത്തു വച്ചിരിക്കുക. മലയാളികൾ കഴിഞ്ഞ UP അസിസ്റ്റൻറ്റും ചോദിച്ചു അല്ലേ. മൂഴിക്കൽ പങ്കജാക്ഷി കലയാണ്. നോക്കുവിദ്യ പാവകളിയാണ് നോക്കുവിദ്യ പാവകളി. MK കുഞ്ഞോൾ സാമൂഹ്യ പ്രവർത്തനം. കൊടുങ്ങല്ലൂർ സുബ്രഹ്മണ്യ മണിലാൽ ശാസ്ത്രം എൻജിനീയറിംഗ് എന്നിവയാണ്. സുബ്രഹ്മണ്യ മണിലാൽ നമ്മൾ KS മണിലാൽ എന്ന് പറയത്തില്ലേ. കാട്ടുങ്ങൽ കൊടുങ്ങല്ലൂർ എന്നാണ് ഞാൻ വായിച്ചത് നേരത്തെ ഒന്നും അല്ലേ. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്ന് പറയുന്നത് ശാസ്ത്രം എൻജിനീയറിംഗ് എന്നീ മേഖലകളിലാണ്. N ചന്ദ്രശേഖരൻ നായർ സാഹിത്യം വിദ്യാഭ്യാസം. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ആരായിരുന്നു? KS മണിലാലിനും പത്മശ്രീ ലഭിച്ചു. ഹോർത്തൂസ് മലബാറിക്കസ് ആരാ എഴുതിയ? ഡച്ച് ഗവർണറായ വാൻഡ്രീഡ്. 1678 ഇങ്ങനെ പഠിക്കത്തില്ലേ നമ്മൾ 1678 അതാണ്. അപ്പം വാൻഡ്രീഡ് ഡച്ച് ഗവർണറായ വാൻഡ്രീഡാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോളണ്ടിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വെച്ചാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഏതായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിക്കുന്ന വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. പഠിക്കാൻ എളുപ്പം 1678. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അത് മലയാളത്തിലോട്ട് എഴുതിയതാരായിരുന്നു? KS മണിലാൽ. ഈ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയെ സഹായിച്ച ഒരു മലയാളി വൈദ്യനുണ്ട്, ഇട്ടി അച്യുതനാണ് ആ സഹായിച്ച മലയാളി വൈദ്യൻ്റെ പേര്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയെ സഹായിച്ച ഒരു ഗാഢസാരസത ബ്രാഹ്മണൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്രാഹ്മണർ ഒത്തിരി പേരുണ്ട്. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് ഇവരൊക്കെയായിരുന്നു. ഇനി എടുത്തു
ചോദിക്കുന്നവരുണ്ട്, ജോൺ മാത്യൂസ്, അദ്ദേഹത്തിൻ്റെ എന്താ ചോദ്യം? ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയെ സഹായിച്ച കാർമൽ പുരോഹിതൻ്റെ പേര്. അത് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ജോൺ മാത്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ വാക്കിൻ്റെ പേര് തെങ്ങാണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതും ശ്രദ്ധിച്ചോണം, ലാറ്റിൻ. അപ്പോൾ മലയാളത്തിലെ അച്ചടി വന്നത്, മലയാളത്തിൻ്റെ ഒരു അച്ചടി കുറച്ച് ഭാഗത്തേ ഉള്ളൂ, അത് ലാറ്റിൻ കൃതിയായ ഹോർത്തൂസ് മലബാറിക്കസിനകത്താണ് ഇത് കയറി വരുന്നത്. മലബാറിലെ സസ്യ ലതാദികളെക്കുറിച്ചുള്ളായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? ഡച്ചിൽ, നെതർലൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ. പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം പരീക്ഷയ്ക്ക് ചോദിക്കാം, തെങ്ങായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാള പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് നമ്മളെ കേരള സർവകലാശാലയായിരുന്നു. അതൊക്കെ ഓർക്കണം. അപ്പം മലയാള ഭാഷ അച്ചടിച്ച ആദ്യത്തെ കൃതിയുടെ പേരാണ് ഹോർത്തൂസ് മലബാറിക്കസ്. പക്ഷേ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ കൃതിയുടെ പേര് സംക്ഷേപ വേദാർത്ഥം. അത് റോമിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. നമ്മുടെ ക്ലെമൻ പിയാനോ സ്പാതിരി എന്ന് പറയുന്ന വ്യക്തി 1772 അപ്പോൾ ഒന്നും കൂടെ ചോദ്യം ഇങ്ങനെ വരും, മലയാളം ഭാഷ അച്ചടിച്ച ആദ്യ കൃതി ഹോർത്തൂസ് മലബാറിക്കസ്, മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ കൃതി സംക്ഷേപ വേദാർത്ഥം. തെറ്റിപ്പോരുത്. അപ്പം ഒരു ലാറ്റിൻ എന്ന കൃതിയായ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്ന മലബാറിലെ സസ്യലതാദികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് മലയാളം അച്ചടിച്ചത്. അത് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ആരായിരുന്നു? നമ്മളെ KS മണിലാൽ. അത് താഴെ എഴുതിയിരിക്കുകയാണ്, KS മണിലാലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനും പത്മശ്രീ ലഭിച്ചായിരുന്നു. N ചന്ദ്രശേഖരൻ. പത്മഭൂഷൺ നേടിയ മലയാളികൾ 2020 M മുംതാസ് അലിയും NR മാധവ മേനോനും. പബ്ലിക് അഫേഴ്സിനും മറ്റേത് സ്പിരിച്വലിസത്തിനും മുംതാസ് അലിക്കും കിട്ടി. മാധവ മേനോനും ഈ പ്രാവശ്യത്തെ മലയാളികളുടെ പേര് ചോദിച്ചാൽ അതും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അടുത്ത നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം, നമ്മുടെ കേരള ചലച്ചിത്ര പുരസ്കാരം 2019-20. മികച്ച ചിത്രം വാസന്തി, സംവിധാനം ഷിനോസ് റഹ്മാനും, മികച്ച സംവിധായകനായിട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി ജല്ലിക്കെട്ട്, നടൻ സുരാജ് വെഞ്ഞാറമൂട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വികൃതി, നടിയായിട്ട് കനി കുസൃതി ബിരിയാണി, കുട്ടികളുടെ ചിത്രമായിട്ട് നാനി. അത് ഇത്ര ഓർത്തു വെച്ചിരിക്കുക. മികച്ച ചിത്രം വാസന്തി ആയിരുന്നേ, മറന്നു പോരുത്. ഓക്കെ, സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ജല്ലിക്കെട്ടിൻ്റെ സംവിധായകനൊക്കെ ചോദിച്ചു വരും. 60ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2019 എഴുതിയിരിക്കുന്നത്. ചിത്രം ഹെല്ലാരോ ഗുജറാത്തി, നടൻ വിക്കി കൗശൽ. ഉറി ദ സർജിക്കൽ സ്ട്രൈക്കിനാണ് കിട്ടിയത്. കീർത്തി സുരേഷ് മഹാനടി എന്ന് പറയുന്ന ചിത്രത്തിന്. മലയാള ചിത്രം സുഡാനി ഫ്രം നൈജീരിയ, സക്കറിയ സംവിധാനം ചെയ്തത്. സംവിധായകൻ ആദിത്യ ദർ. ഏത് പടത്തിൻ്റെ? ഉറി ദ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ സംവിധായകനാണ് ആദിത്യ ദർ. മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് ഉത്തരാഖണ്ഡിനെയാണ്. അതും പരീക്ഷയ്ക്ക് പലപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട്. ആ വർഷത്തെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ 71ാമത്, അതായത് 2020 നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ജെയർ ബോൾസോനാറോ ബ്രസീലിയൻ പ്രസിഡന്റ് ആയിരുന്നു. UN അന്താരാഷ്ട്ര വർഷങ്ങളെന്ന് ഓർത്തു വെക്കണം. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര UN വർഷങ്ങൾ, അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷം, തദ്ദേശ ഭാഷാ വർഷം, മിതത്വ വർഷം, 3 വർഷങ്ങളായിട്ട് തിരഞ്ഞെടുത്തായിരുന്നു. 2019 UN ഏതൊക്കെ വർഷങ്ങളായി ആചരിച്ചു? ആവർത്തന പട്ടിക വർഷമായിട്ടും, തദ്ദേശ ഭാഷാ വർഷമായിട്ടും, മിതത്വ വർഷമായിട്ടും. 2020 അന്താരാഷ്ട്ര സസ്യരോഗ വർഷമായിട്ടും, 2021 അന്താരാഷ്ട്ര സമാധാന പ്രത്യാശ വർഷം, പഴം പച്ചക്കറി വർഷം, ബാലവേല നിരോധന വർഷം. 2024 ചോദിക്കാൻ സാധ്യതയുള്ളത് അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് 2024. അപ്പോൾ 21 അന്താരാഷ്ട്ര സമാധാന പ്രത്യാശ വർഷം, പഴം പച്ചക്കറി വർഷം, ബാലവേല നിരോധന വർഷമായിട്ടും തിരഞ്ഞെടുക്കുന്നത് UN അന്താരാഷ്ട്ര വർഷങ്ങളാണ്. അത് ഇത്രയും ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത നമുക്ക് നോക്കാം, ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, V നാരായണസ്വാമി. ഇനി പുതുച്ചേരിയുടെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ചിലപ്പം ചോദിക്കാം, കിരൺ ബേദിയാണ്. കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാശ്മീരിലെ ആദ്യ ലെഫ്റ്റനൻറ്റ്, പലരും കമൻ്റായിട്ടൊക്കെ ഇടുന്നുണ്ട്, അത് ഇപ്പോഴത്തതാണ് മനോജ് സിൻഹ, കാശ്മീരിൻ്റെ പുതിയ ലെഫ്റ്റനൻറ്റ് ഗവർണർ. 14ാം നിയമസഭാ സ്പീക്കറൊക്കെ അറിയാലോ, ശ്രീരാമകൃഷ്ണൻ. പ്രോടൈം സ്പീക്കർ S ശർമ്മ, ഡെപ്യൂട്ടി സ്പീക്കർ V ശശി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് പ്രാഥമിക സിലബസ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ ഇതൊക്കെ കയറി ചോദിക്കാം. 14 നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ജോർജ് ഫെർണാണ്ടസ്. ഇനി വിംബിൾട്ടൺ, ഫ്രഞ്ച് ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ എല്ലാം 2019 കൂടുതൽ സാധ്യത വരുന്നത്. നൊവാക് ദോക്യോവിച്ചും സിമോണ ഹാലപ്പയും. ഫ്രഞ്ച് ഓപ്പൺ ആകുമ്പോൾ റാഫേൽ നദാലും ആഷ്ലി ബാട്ട്ലിയും. ഓസ്ട്രേലിയൻ ഓപ്പൺ ആകുമ്പോൾ നൊവാക് ദോക്യോവിച്ചും നവോമി ഒസാക്കയും. US ഓപ്പൺ ആകുമ്പോൾ 2019 റാഫേൽ നദാലും ബിൻഖ ആൻഡ്രൂസിയോ. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. കളി നല്ല രീതിയിൽ ലെവലുള്ളവർക്കൊക്കെ അത് കേട്ട് ശരിയാവും. ബിനാസ്യ അല്ലെങ്കിൽ ബിനാക്ക
ഇനാഖ്യ എന്തായിരുന്നു, അപ്പം ബിൻക എന്നൊക്കെ പറയാം. പലയിടത്തും ഞാൻ ഇങ്ങനെ പലപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് പോയി കേട്ടിട്ട്. എന്നാലും നിങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് നിങ്ങൾ അതിൻ്റേതായ നമുക്ക് അറിഞ്ഞിരുന്നാൽ മതിയല്ലോ ഇന്ന പേരാണെന്ന്, അത് തെറ്റിപ്പോരുതേ. അതുകൊണ്ട് എന്നാലും ഞാനത് എല്ലാം അങ്ങ് ഓർഡർ എഴുതി തന്നെ. വിംബിൾട്ടൺ, ഫ്രഞ്ച് ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ, അത് ഒന്ന് വായിച്ചു വെച്ചിരിക്കണേ. ഒരു യാത്രയിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ഒറ്റയ്ക്ക് ചെലവഴിച്ച വനിത എന്ന റെക്കോർഡ് നേടിയത് ക്രിസ്റ്റീന കോച്ചും. അത് നല്ലൊരു ക്വസ്റ്റ്യനായിട്ട് വരാം. ക്രിസ്റ്റീന കോച്ചായിരുന്നു. പത്മപ്രഭ പുരസ്കാരം 2019 സന്തോഷ് എച്ചിക്കാനറ്റിനും 2020 നിശാഗന്ധി പുരസ്കാരം CV ചന്ദ്രശേഖരൻ ഭരതനാട്യത്തിന് ലഭിച്ചു. 2020 കേരള സർക്കാരിൻ്റെ പ്രഥമ കൈരളി പുരസ്കാരത്തിന് അർഹരായവർ പ്രൊഫസർ M വിജയനും ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനും. ഗവേഷണത്തിനാണ്. നമ്മൾ പഠിക്കും എന്താ ഈ കൈരളി പഠിക്കുന്നത്? കേരളത്തിൻ്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് കൈരളി പുരസ്കാരമാണ്. ഇന്ത്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ഭട്നഗർ പുരസ്കാരമാണ്. ഏഷ്യയുടെ നോബൽ സമ്മാനം മാക്സേസെ അവാർഡ്. എത്ര വിഷയങ്ങൾ നമ്മൾ കൊടുക്കുന്നത്? 6 വിഷയങ്ങൾക്കാണ് മാക്സേസെ അവാർഡ് കൊടുക്കുന്നതെന്ന് അറിയാം. ആദ്യം ലഭിച്ചത് വിനോബ ഭാവയ്ക്കല്ലേ? വിനോബ ഭാവയ്ക്ക് ആദ്യമായിട്ട് ലഭിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിനോബ ഭാവയുടെ പ്രസ്ഥാനം ഏതാ? ഭൂദാന പ്രസ്ഥാനം. എവിടെയായിരുന്നു? തെലുങ്കാനയിലെ പോച്ചാമ്പള്ളിയിൽ എന്നായിരുന്നു 1951 വന്ന എന്താ? പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചെന്ന 51 ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു? റഷ്യയിൽ നിന്നും. ആരാണ് പഞ്ചവത്സര പദ്ധതിക്ക് ആശയം കൊണ്ടുവന്ന? റഷ്യയുടെ നേതാവായ ജോസഫ് സ്റ്റാലിൻ. ഇപ്പം റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. റഷ്യയുടെ തലസ്ഥാനം ഏതാ? മോസ്കോ. ലോക വിദ്യാർത്ഥി നഗരം ഏതാ? മോസ്കോ. വിദ്യാർത്ഥി ദിനമെന്ന് UN ആചരിക്കുന്ന എന്ന ഒക്ടോബർ 15 ആരുടെ ജന്മദിനം? APJ അബ്ദുൽ കലാം ജനിച്ചത് എവിടെ? എവിടെയായിരുന്നു? തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് APJ അബ്ദുൽ കലാം ജനിച്ചത്. എവിടെയെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് APJ അബ്ദുൽ കലാം ജനിച്ചത്, നമുക്കറിയാം. അതുപോലെ തമിഴ്നാട്ടിലെ തിരുത്തണിയിൽ ജനിച്ചതാരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഡോക്ടർ S രാധാകൃഷ്ണൻ. എന്ന കരസേനാ ദിനം ജനുവരി 9. വ്യോമസേനാ ദിനം എന്ന ഒക്ടോബർ 8. നാവികസേനാ ദിനമോ? ഡിസംബർ 4. നാവികസേനാ ദിനം എന്ന ഡിസംബർ 4. ഷാനോ വരുണ എന്തിൻ്റെ ആപ്തവാക്യം? നാവികസേനയുടേത്. നമ്മുടെ നവസ്പർശം ദീപ്തോ വ്യോമസേനയുടെ ആപ്തവാക്യം. സേവ അസ്മകം ധർമ്മ എന്തിൻ്റെ? കരസേനയുടെ ആപ്തവാക്യം ഏതെന്ന് വെച്ചാൽ ഇവ മൂന്നും കൂടെ ഒന്നിച്ചല്ലോ അല്ലേ? കര, നാവിക, വ്യോമസേനകളൊന്നും ഒന്നിച്ചില്ലായിരുന്നോ? ഇതിന് വിളിക്കുന്ന പേരെന്താ? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അല്ലേ? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ബിപിൻ റാവത്ത്. അതും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവരെ മൂന്നുപേരും കൂടെ ഒന്നിച്ച് അറിയപ്പെടുന്നത് ഡിഫൻസ് സ്റ്റാഫ്. അങ്ങനെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നറിയപ്പെടുന്നത് ബിപിൻ റാവത്തിനെയാണ്. കാലാവധി എത്ര വർഷം? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. അതായിരുന്നു 3 വർഷം അല്ലെങ്കിൽ 65 വരെ. ഇന്ത്യൻ ആർമിയുടെ പിതാവെന്ന് വിളിക്കുന്ന ആരാ? മേജർ സ്ട്രിംഗർ ലോറൻസ്. ഇന്ത്യൻ നാവികസേനയുടെ പിതാവെന്ന് വിളിക്കുന്ന ആരാ? ഛത്രപതി ശിവജി. നാവികസേനയുടെ പിതാവ് ആരാ? ഛത്രപതി ശിവജി. നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെ? നാഷണൽ ഡിഫൻസ് കോളേജ് ചോദിച്ചാൽ ന്യൂഡൽഹിയും. നാഷണൽ ഡിഫൻസ് അക്കാഡമി എവിടെ? കടക്ക് വസലയും. നാഷണൽ ഡിഫൻസ് അക്കാഡമി. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെ? ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഡെറാഡൂൺ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഏതാ? ഡെറാഡൂൺ. ഇന്ത്യയുടെ യോഗ തലസ്ഥാനം ഏതാ? ഋഷികേഷ്. സ്കൂൾ തലസ്ഥാനം ഏതാ? ഡെറാഡൂൺ എന്തിൻ്റെ തലസ്ഥാനം? ഉത്തരാഖണ്ഡ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? ഉത്തരാഖണ്ഡിനെയായിരുന്നു. ഓക്കെ, നമ്മൾ മണി ഓർഡർ സമ്പത്ത് വ്യവസ്ഥ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആരാ? ബൽദേവ് സിംഗ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആരാ? രാജ്നാഥ് സിംഗ്. ആദ്യത്തെ പ്രതിരോധ മന്ത്രിയായ വനിത ആരാ? ഇന്ദിരാഗാന്ധി. രണ്ടാമത്തെ വനിത ആരാ? നിർമ്മല സീതാരാമൻ. ആദ്യത്തെ മലയാളി ആരാ? VK കൃഷ്ണമേനോൻ കഴിഞ്ഞ രണ്ടാമത്തെ മലയാളി ആരാ? AK ആൻ്റണി. VK കൃഷ്ണമേനോൻ 1961 ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ മലയാളി ആരെന്ന് ചോദിച്ചാലും VK കൃഷ്ണമേനോൻ. 1957 UNOയിൽ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച ഇതാര്? VK കൃഷ്ണമേനോൻ. ഏത് പ്രശ്നമാണ് പ്രസംഗിച്ചത്? കാശ്മീർ പ്രശ്നമാണ് പ്രസംഗിച്ചതെന്നൊക്കെ നമുക്കറിയാം. കാശ്മീർ പ്രശ്നമാണ് പ്രസംഗിച്ചത്. ഇന്ത്യ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് വാങ്ങിയത്? ഫ്രാൻസ്. റാഫേൽ മാത്രമല്ലല്ലോ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ വാങ്ങിയതും ഫ്രാൻസിൽ നിന്നും, റാഫേലും വാങ്ങിയത് ഫ്രാൻസിൽ നിന്നും. ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഏതൊക്കെയാണ്? നമ്മുടെ സുഖോയി 30 യുദ്ധവിമാനങ്ങളും മിഗ് യുദ്ധവിമാനവും സുഖോയി 30 യുദ്ധവിമാനങ്ങളും റഷ്യയിൽ നിന്നാണ്. ഈ ഇന്ത്യ ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങിയത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നും. ചിനൂക്ക് ഹെലികോപ്റ്റർ വാങ്ങിയത് എവിടെ നിന്നാണ്? ചിനൂക്ക്. ഈ യുദ്ധമുഖത്തേക്ക് വിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാരാ? ഗുജ്ജർ സക്സേന അല്ലേ? യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ഏതാ? ആവണി ചതുർവേദ.
ചതുർവേദി. ഒന്നുകൂടെ, യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ഗുജ്ജർ സക്സേന. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആവണി ചതുർവേദി. നമുക്കൊരു PV സിന്ധു പഠിക്കുമല്ലോ, എന്താ തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ വനിത. യാത്ര ചെയ്ത ആദ്യത്തെ വനിത ഏതെന്ന് വെച്ചാൽ PV സിന്ധു. നമ്മളെ COVID-19 കാലത്ത് ഇന്ത്യൻ ആർമിയുടെ ആ ദൗത്യത്തിൻ്റെ പേരെന്താ? COVID-19 നേരിടാൻ ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യം ഏതാ? ഓപ്പറേഷൻ നമസ്തേ. അതുപോലെ COVID-19 തുടർന്ന് വിദേശത്ത് അകപ്പെട്ടവരെ തിരിച്ചെത്തിക്കാൻ നാവികസേന ആരംഭിച്ച ആ ദൗത്യത്തിൻ്റെ പേരെന്താ? ഓപ്പറേഷൻ സമുദ്ര സേതു. ഏതായിരുന്നു? സമുദ്ര സേതു. അതുപോലെ ഇന്ത്യൻ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം ഏതാ? വന്ദേ ഭാരത് മിഷൻ. ഏതായിരുന്നു? വന്ദേ ഭാരത് മിഷൻ. അതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലൊക്കെ ഒന്ന് നോക്കുക. നമ്മുടെ അഭിലാഷ് ടോമിയൊക്കെ ഓർമ്മയുണ്ട്. എന്തുമായിരുന്നു? ആരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് പായ്ക്കപ്പലിൽ നിർത്താതെ ലോകപര്യടനം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ നാവികസേനയുടെ ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ടോമി. അന്ന് പോയത് INS മാധേയി എന്ന് പറയുന്ന ഒരു കപ്പലിലാണ്. അദ്ദേഹം പോയത് INS മാധേയി എന്ന് പറയുന്ന കപ്പലിലാണ്. അതൊക്കെ ഒന്ന് റിവിഷൻ നടത്തി വെച്ചിരിക്കുക. പിന്നെ കൊച്ചു കാര്യങ്ങളുണ്ട്. ഈ INS വിക്രമാദിത്യ എന്നൊക്കെ കേട്ടിട്ടില്ലേ? SBIയുടെ ATM വന്ന ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ SBIയുടെ ATM INS വിക്രമാദിത്യ എന്ന് പറയുന്ന ഒരു വിമാനക്കപ്പലിലാണ്. അതുപോലെ ഒഴുകുന്ന മ്യൂസിയം ആക്കിയ ഏത് വാഹിനി കപ്പലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒഴുകുന്ന മ്യൂസിയം INS വിരാടാണ്. INS വിരാടാണ് ഒഴുകുന്ന മ്യൂസിയം. അതുപോലെ ഈ നാവികസേനയ്ക്ക് ഒരു സഞ്ചരിക്കുന്ന ഒരു പരിശീലന കപ്പലുണ്ട്. INS തരംഗിണി പരിശീലന കപ്പൽ. അതുപോലെ ഈ കുതിക്കുന്ന കാണ്ടാമൃഗം എന്നറിയപ്പെടുന്ന ഒരു കപ്പലുണ്ട് നമുക്ക്. കുതിക്കുന്ന കാണ്ടാമൃഗം എന്നറിയപ്പെടുന്ന കപ്പൽ INS ബ്രഹ്മപുത്രയാണ്. INS ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ മിസൈൽ വനിത ഏതാ? ടെസ്സി തോമസ്. അഗ്നിപുത്രി എന്നറിയപ്പെടുന്നതും ടെസ്സി തോമസ്. അദ്ദേഹത്തിന് അവരുടെ അഗ്നി 5ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു. മറന്നുപോരുത്, അഗ്നി 5ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു. ആരായിരുന്നു? ടെസ്സി തോമസ്. ഇന്ത്യയുടെ മൾട്ടി ബാരറ്റ് റോക്കറ്റ് ലോഞ്ചർ ഏതാ? പിനാക. ആദ്യത്തെ ഭൂതല മിസൈലാണ് പൃഥ്വി എന്ന് വിളിക്കുന്നത്. അതൊക്കെ ഇനി പുതിയതായിട്ട് വരാനിരിക്കുന്നത് ഏതാ? സൂര്യ. ഇന്ത്യയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ ഏതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ഏതായിരുന്നു? സൂര്യ. അങ്ങനെയൊക്കെയുള്ള ആ പ്രതിരോധം, വാർത്താവിനിമയം, ഗതാഗതം, ഇങ്ങനെയുള്ള മേഖലകളെല്ലാം പലപ്പോഴായിട്ടൊന്ന് കണ്ണോടിച്ച് വിടണേ. ഒരുവിധം എല്ലാം നമ്മൾ നല്ല ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുക. ഗതാഗതം എടുക്കുമ്പോൾ റോഡ് ഗതാഗതം, ജലഗതാഗതം, റെയിൽവേ ഗതാഗതം, വ്യോമഗതാഗതം, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുമ്പോഴത്തേക്കും തന്നെ ആദ്യമൊക്കെ ഇച്ചിരി പാടുമെങ്കിൽ റിവിഷൻ നടത്തുമ്പോഴത്തേക്ക് അതങ്ങ് പെർഫെക്റ്റ് ആവും. അതുപോലെ വാർത്താവിനിമയ രംഗത്ത് എന്തൊക്കെ പുരോഗതികൾ കൊണ്ടുവന്നോ, ഇൻ്റർനെറ്റിനെ കുറിച്ചായാലും റേഡിയോ ആയാലും ടെലിവിഷൻ ആയാലും ഇതെല്ലാം ഒന്നും കൂടെ റിവിഷൻ നടത്തി വെക്കുക. അതുപോലെ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, പ്രതിരോധം ജസ്റ്റ് ഫ്രീ കിട്ടുമ്പോൾ അങ്ങ് വായിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യം മെയിൻ പരീക്ഷയ്ക്കായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. വായിക്കുക. ഫ്രീ കിട്ടുമ്പോൾ ടോപ്പിക്കിൽ ഒതുങ്ങി നിൽക്കേണ്ട. ടോപ്പിക്കിൽ ഒതുങ്ങി നിൽക്കാതെ ഇച്ചിരി ഫ്രീ കിട്ടുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ അല്ലാതെ ഡീപ്പായിട്ട് വായന അത്യാവശ്യമാണ്. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക. കുറേ നല്ല കാര്യങ്ങളുമായിട്ട് നാളെ തന്നെ ഒരു ക്ലാസ്സുകളോടുകൂടി നമ്മുടെ ഈ ചലഞ്ച് അവസാനിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ കുറച്ച് നേരമൊക്കെ സന്തോഷത്തോടെ, ഓരോ ദിവസം കഴിയുമ്പോൾ ഒരു വിഷമമാണ്, നാളെ തീർന്നല്ലോ, നാളെ തന്നെ. ഇപ്പം തന്നെ ഇവിടെ അടുത്ത് വീട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, തീർന്നു, ഇനി 20 ദിവസമായി, എങ്ങനെ പോയെന്ന് പോലും അറിഞ്ഞില്ല, പെട്ടെന്നാ തീർന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. ഓക്കെ, നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കണം. നല്ല കുറേ 20 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.